ബിസിനസ് ഗ്രൂപ്പ്, അദ്ദേഹം സൗദി അറേബ്യയിൽ, നിങ്ങൾ സൗദി അറേബ്യയിലായിരുന്നു. അജ്ഫാൻ ബിസിനസ് ഗ്രൂപ്പ് ഇന്ന് ഒരു 0 എന്നാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് ഓൾമോസ്റ്റ് 197, ഓൾമോസ്റ്റ് 200 ഷോറൂമോളം എത്തിയിട്ടുണ്ട്. അതേമാതിരി കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, പഞ്ചാബിലും പാനിപ്പത്ത് വരെ ഷോറൂമുള്ള ഈ ഒരു ബിസിനസ് സാമ്രാജ്യം എങ്ങനെയാണ് സാർ നിങ്ങൾ വളർത്തിയെടുത്തത്? ഈ ബിസിനസ് സക്സസിന്റെ ഒരു എന്താണ് ഇതിൻ്റെ ഒരു മാജിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ? കുറഞ്ഞൊരു ഷോർട്ട് ടൈമിൽ ഇത്രയും വലിയ ഇയർലി ഒരു 500 crore ടേൺ ഓവറാണ്, 500 കോടി കൊല്ലത്തിൽ ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി. സാർ എന്താണ് ഇതിൻ്റെ ഒരു മാജിക്? എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ അതാണ് പറയുന്നത്. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇത്രയും ഓവർകോട്ടും ടൈയിട്ട ആൾക്കാരെ ആദ്യമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അതിലൊരു ഭയം എനിക്കുണ്ട്, ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. ഞാൻ 4 ചെറിയൊരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ജനിച്ചതാണ്. എനിക്ക് 4 പെങ്ങന്മാരും ഒരു അനിയനും ഞാനും 6 മക്കൾ. ഫസ്റ്റ് എന്ന് പറയുന്നത് കുഴപ്പമില്ലല്ലോ. വളരെ ദാരിദ്ര്യമായിരുന്നു. ദാരിദ്ര്യം, ഭക്ഷണമില്ല, വീടില്ല. അങ്ങനെ അന്ന് ഞാൻ 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. 4ാം ക്ലാസ് പഠിക്കുമ്പോൾ 9 വയസ്സ് ആയിരുന്നു. വീട്ടിൽ പട്ടിണി കാരണം ഭക്ഷണമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഈ MBA 4ാം ക്ലാസ് MBA പഠിക്കുമ്പോൾ വേറൊരു MBAക്ക് പോയി. 1 കിലോ കടലക്ക് പൈസ ഉണ്ടാക്കിയിട്ട് 1 കിലോ കടല വാങ്ങി, എന്നിട്ട് പുഴയിൽ പോയി മണലെടുത്ത് ഞാൻ തന്നെ വറുത്ത് ഈ ബാറ്ററീൻ്റെ പെട്ടിയിലാക്കിയിട്ട് കൊണ്ടുനടന്ന് വിൽക്കൽ തുടങ്ങി. എൻ്റെ ഫസ്റ്റ് 9ാമത്തെ വയസ്സ്. അപ്പം ഇങ്ങനെ ബിസിനസ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ അന്ന് കശുമാവുള്ള ടൈമാണ്, അണ്ടിയുള്ള ടൈമായിരുന്നു. എനിക്ക് തോന്നി ഈ കുട്ടികളെ അണ്ടി പെറുക്കാൻ വേണ്ടി വീട്ടുകാർ വിടുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് കടല വിൽക്കാന്നുള്ള ഒരു ബുദ്ധി. എന്നുവെച്ചാൽ ചെറുപ്പം മുതൽ തന്നെ ബിസിനസ് മൈൻഡ് മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ കുട്ടികളെ എടുത്ത് ചെന്നിട്ട് പറഞ്ഞു കടല കടല എന്ന് പറഞ്ഞപ്പോൾ ഓല് ചോദിച്ചപ്പോൾ എത്രയാണെന്ന് ചോദിച്ചപ്പോൾ 1 അണ്ടിക്ക് 3 കടല വീതം ഓൽക്കൊക്കെ കൊടുത്തു. അന്ന് വൈകുന്നേരം ആയപ്പോൾ തന്നെ 3 രൂപയും ചില്ലറയും കിട്ടി. ഫസ്റ്റ് ഡേ തുടങ്ങിയ ബിസിനസ് 9ാമത്തെ വയസ്സ്. അതിൽ ചന്തവാടനെ അണ്ടി വിറ്റു. കടക്കാരനോട് പറഞ്ഞു 1 കിലോ കടല വീണ്ടും തരാണ്. അത് വാങ്ങി വെച്ച് ബാക്കിയുള്ള പൈസക്ക് വീട്ടിലുള്ള എല്ലാ സാധനവും മേടിച്ചു. എൻ്റെ വാപ്പ അലുമിനിയം ഏറ്റിയിട്ട് ഇങ്ങനെ വീട്ടുകളിൽ കൊണ്ടുനടന്ന് വിൽക്കലായി. അതുകൊണ്ടൊന്നും വീട്ടിൽ ഭക്ഷണം വാങ്ങാനോ ഒന്നും കഴിയില്ല. അതാണ് എൻ്റെ ഫസ്റ്റ് MBA. അതങ്ങനെ തുടർന്നു പോയി. കുറച്ച് കഴിഞ്ഞ് ചിലപ്പോഴൊക്കെ ഞാൻ കിടക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം ചാടും. എല്ലാ വർഷവും ഈ ഓല വീട് എന്ത് ചെയ്യണം, 2ാമത് ചെയ്യണം. അതിന് പൈസ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ പറയും നമുക്ക് ഈ കൊല്ലം വേണ്ട, നമുക്ക് അടുത്ത കൊല്ലം മേയാന്ന് പറയാം. അങ്ങനെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെ. അപ്പം എൻ്റെ മേത്തേക്ക് വെള്ളം, മഴ പെയ്യുന്ന വെള്ളം പോകുമ്പോൾ എൻ്റെ ഉമ്മ എൻ്റെ മേലെ കൊണ്ടുവന്ന് പായിടും, എൻ്റെ കുട്ടിക്ക് വെള്ളം വീഴരുത്. അവിടെ നിന്ന് 12 വയസ്സ് 11 വയസ്സായപ്പോൾ ഒരാൾ 100 ഉറുപ്പ്യ തന്നിട്ട് പറഞ്ഞു ഈ പഴയ സാധനം വാങ്ങിയിട്ട് കൊണ്ടുവരാൻ ചെയ്തു. അങ്ങനെ കടലക്കച്ചവടം ഒഴിവാക്കിയിട്ട് ഒതുക്കലിലുള്ള ഒരാൾ 100 രൂപ തന്നിട്ട് അത് ഞാൻ ചന്തക്കുന്നുമൽ പോയി ബസ് ഇറങ്ങിയിട്ട് ഒരു ചാക്കും ഒരു തൂക്കുന്ന ഒരു വെള്ളിക്കോലുമാതിരി സാധനം കൊണ്ട് ചുള്ളിയോട് വരെ നടന്നു. ചുള്ളിയോട് എത്തുന്നതിന് മുമ്പ് തന്നെ എന്നെക്കൊണ്ട് എത്താത്ത രീതിയിലുള്ള സാധനങ്ങൾ എനിക്ക് കിട്ടി. അപ്പോൾ പോകുന്ന വഴിയിലൊരു കടയിൽ പറഞ്ഞു ഞാൻ ഇതിവിടെ ഇരിക്കട്ടെ, ഞാൻ വൈകുന്നേരം എടുക്കാമെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവിടുന്ന് ഒരു ചാക്ക് വാങ്ങിയിട്ട് ഈ പഴയത് വാങ്ങാൻ മുന്നോട്ട് പോയി. അങ്ങനെ ചുള്ളിയോട് എത്തുമ്പോൾ തന്നെ 2 ചാക്ക് സാധനം എൻ്റെ അടുത്തായി. 2ാമത് ബസ്സിന് വന്നെങ്ങാണ്ട് ഈ ചാക്ക് എടുത്തിട്ട് വീണ്ടും പോയി ചുള്ളിയോടിൽ ചെന്നു.
വീടും വാടകയും ഹോട്ടലൊന്നും ഇല്ല. ഒരു ഹോട്ടലിനോട് പറഞ്ഞു നിങ്ങളെപ്പോഴാണ് അടക്കാന്ന് ചോദിച്ചു. ഞാൻ 10 മണിയാവുന്നതാണ്. ഞാൻ ഇവിടെ കിടന്നോട്ടെ എന്ന് ചോദിച്ചു. കിടന്നോളൂ പറഞ്ഞു. അങ്ങനെ കിടന്ന് രാവിലെ കണ്ടൊരു ബസ് പോകുന്നു കോഴിക്കോട്ടേക്ക്. 5 മണിക്ക് അവിടുന്ന് വിടും. ഞാൻ ഐഡിയ ചെയ്തു, ഈ 100 റുപ്യ തന്ന ആൾക്ക് രണ്ടാമത് കൊടുക്കുക. അതാണ് മൈൻഡ്, ബിസിനസ് മൈൻഡ് അതാണ്. ഇപ്പം ഇത് ലാഭം എവിടെ കിട്ടണോ അവിടെ കൊണ്ടുപോയി വിറ്റിട്ട് രണ്ടാമത് സാധനം എടുത്തിട്ട് ആൾക്ക് കൊടുക്കാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് 10ാമത്തെ വയസ്സ് കോഴിക്കോട് എത്തി ഈ 2 ചാക്ക് സാധനം കൊണ്ട്. അപ്പം എല്ലാവരും ഇങ്ങനെ പറയും NMK മെറ്റലിൽ നല്ല വില കിട്ടും, നല്ല വില കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ ബസ്സിൻ്റെ മുകളിൽ ഇറങ്ങി കൂലിപ്പോട്ടറ സാധനം 2 ചാക്ക് താഴെ വെച്ച് അങ്ങനെ ആരോട് പറഞ്ഞു NMK മെറ്റൽക്ക് പോട്ടെയാണ്. എനിക്ക് NMK മെറ്റലൊന്നും അറിയില്ല, കണ്ടിട്ടില്ല, കോഴിക്കോട് ആദ്യമായിട്ട് കാണുകയാണ്. അവൻ്റെ ഒപ്പം ഇങ്ങനെ പോകുന്നു. NMK മെറ്റൽ പോയി വിറ്റപ്പോൾ 300 ഉറുപ്പ്യക്ക് സാധനം കിട്ടി. അങ്ങനെ അവിടുന്ന് ഒരു ഹോട്ടലിൽ നിന്ന് ഊണൊക്കെ കഴിച്ച് രാവിലെ 5 മണിക്ക് പോയിരുന്ന ബസ്സാണ്. രണ്ടാമത് 300 ഉറുപ്പ്യ ഈ 2 ചാക്കും വണ്ടിയിൽ വെച്ച് പിന്നെ കയറി. പിന്നെ ചന്തക്കുന്നുമല ഇറങ്ങിയിട്ട് വേറെ റൂട്ട് കൂടെ പോയി. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ തന്നെ ഇതേമാതിരി കിട്ടി. അത് ഈ 100 ഉറുപ്പ്യ തന്ന അയാൾക്ക് പിറ്റേന്ന് കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് അയാളോട് പറഞ്ഞു, ഇനി ഞാൻ സ്വന്തം വാങ്ങാനല്ല, ഇവിടെ അവിടെയായിട്ട് 100 ഉറുപ്പ്യ 10 ഉറുപ്പ്യൻ്റെ വ്യത്യാസമുണ്ട്. ഇനി ഞാൻ സ്വന്തം അടുത്ത് പൈസ ഉണ്ട്, ഞാൻ സ്വന്തം ചെയ്തോളാം. അങ്ങനെ വീണ്ടും ഒരു മാസം അവിടെ നിന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് 1000 രൂപ കയ്യിലായി. അപ്പം തോന്നി ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇവിടുന്ന് വേറെ എവിടേക്ക് നീങ്ങണം തോന്നി. ഒതുക്കിങ്ങനെ ഞങ്ങളുടെ നാട്ടിൽ പാത്രം, അലുമിനിയം പാത്രം വിൽക്കാൻ തരും. 20 കിലോ, 30 കിലോ, 40 കിലോ. അങ്ങനെ ഞാൻ ഒരു 40 കിലോ വാങ്ങിയിട്ട് കണ്ണൂർ ഡിസ്ട്രിക്റ്റിൽ നടുവിൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കുടിയമ്മല, അവിടെ ഇവിടെ കോഴിക്കോട് അതുപോലെ സാധനം തന്ന് കോഴിക്കോട് വന്ന് ഇത് കുടിയാലമാല പോകുന്ന ഒരു ഹരിദാസ് എന്ന ബസ് പോകുന്നുണ്ട്. ആ ബസ്സിൽ കയറ്റി നടുവിലേക്ക് പോകാൻ പറഞ്ഞു. നടുവിലേക്ക് ടിക്കറ്റ് എടുത്തു. അങ്ങനെ നടുവിൽ എത്തി ഇറങ്ങി സാധനം അവിടെ ഇറക്കി വെച്ചവർ പിടിയൻ്റെ കൊലയിൽ വെച്ചു. എവിടെ താമസിക്കുക, എവിടെ ആദ്യമായിട്ട് പോകുന്ന സ്ഥലമാണ്. ധൈര്യമാണ് കേട്ടോ, അതാണ് നമ്മളെ ഇവിടെ എത്തിക്കാനുള്ള ധൈര്യം, അതാണ്. അങ്ങനെ അവിടെ ഞാൻ 11 വയസ്സ് 10 കഴിഞ്ഞ് 11ാമത്തെ വയസ്സാണ്. ഒരു കൊട്ടുണ്ട്, അലുമിനിയം ഏറ്റുന്ന കൊട്ട. ആ കൊട്ടയിൽ നിറയെ സാധനം. ഇവിടെ ആരെങ്കിലും ഒപ്പം പോരാൻ പറ്റിയവരോട് ചോദിച്ചപ്പോൾ ഒരു ക്രിസ്ത്യൻ പയ്യൻ പറഞ്ഞു, ഞാൻ പോരാൻ, നിനക്ക് ഞാൻ ഡെയിലി 5 ഉറുപ്പ്യ തരാം. അങ്ങനെ അവന് കൊട്ടയേറ്റും, ഞാൻ ചെറിയൊരു കുട്ടി അവൻ്റെ ഒപ്പം ഇങ്ങനെ പോകും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെല്ലുമ്പോൾ ഇത്ത, ചേച്ചിയെ, അമ്മച്ചിയെ എന്ന് നല്ല രീതിയിൽ സംസാരിക്കും, ആർക്കൊരു വിഷമില്ലാത്ത രീതിയിൽ. അപ്പം എല്ലാവർക്കും എന്നെ ഭയങ്കര ഇഷ്ടമായി. എന്നെ കണ്ടാൽ തന്നെ ആവശ്യമില്ലെങ്കിലും ആളുകൾ പാത്രം വാങ്ങും. അങ്ങനെ ഒരു 2 മാസമായപ്പോൾ തന്നെ ഈ തന്ന ആളോട് ഞാൻ പറഞ്ഞു, ഇനി സാധനം വേണ്ട, ഇനി എൻ്റെ അടുത്ത് പൈസ ഉണ്ട്, ഇനിയിപ്പോൾ കച്ചവടത്തിന് പോകണോ ഇല്ല എന്നോട് പിന്നെ തീരുമാനിക്കും. അപ്പോൾ തന്നെ ഒരു 1000 ഉറുപ്പ്യ കയ്യിലായി. പിന്നെ ഈ സാധനം തന്ന ആളെ സാധനത്തിന് ഒരു ആവശ്യമില്ല. അന്ന് 1 കിലോ അലുമിനിയം പാത്രത്തിന് 10 രൂപയാണ് 1 കിലോന്. അത് അപ്പോൾ തന്നെ ഞാൻ പിന്നെ എന്നോട് പറഞ്ഞു, പാലക്കാട് മോൻ മെറ്റൽസിൽ ആണ് ഇവരൊക്കെ കൊണ്ടുവരുന്നത്. ഈ പാത്രത്തിൻ്റെ അടിയിൽ മോൻ മെറ്റൽസ് എന്നുണ്ട്. അപ്പോൾ മനസ്സിലായി ഇത് മോൻ മെറ്റൽസിൽ പ്രൊഡക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പാലക്കാട് ബസ് കയറി. എന്നിട്ട് മോൻ മെറ്റൽസ് അന്വേഷിച്ച് പോയി. അവിടുന്ന് ഒരു 1000 ഉറുപ്പ്യക്ക് 900 ഉറുപ്പ്യക്കുള്ള സാധനമൊക്കെ വാങ്ങിയിട്ട് ബസ് കോഴിക്കോട് ബസ്സിൽ കയറ്റി. അത് കഴിഞ്ഞ് ഇവിടെ കോഴിക്കോട് വന്നിട്ട് നടുവിലേക്കുള്ള ബസ്സിൽ കയറ്റി. അങ്ങനെ 3 മാസമായപ്പോഴത്തിന് പിന്നെ ഞാൻ മോൻ മെറ്റൽസിലും ഇവിടെ NK മെറ്റൽസ് എന്ന സാധനം എടുത്ത് ഈ പഴയത് കിട്ടുന്നൊക്കെ സ്റ്റോക്ക് ചെയ്യും, കൊണ്ടുവരില്ല. അത് ഒന്നിച്ച് ഒരു സാധനം വാങ്ങാം. അണ്ടി സീസൺ വരുന്നുണ്ട്, കാസർഗോഡ് ഭാഗത്ത് അണ്ടി സീസണിലായപ്പോൾ ഒന്ന് പോവും, ഇവിടെ കുരുമുളകിൻ്റെ സീസണ്. അങ്ങനെ വെറും ബിസിനസ് മൈൻഡ് മാത്രമേ ഉള്ളൂ. ഇടയ്ക്ക് വരും, വീട്ടിൽ വരും, സാധനങ്ങൾ ഫുള്ള് വാങ്ങി കൊടുക്കും, തിരിച്ച് പിന്നെയും പോവും, റെസ്റ്റ് ഇല്ല.
അങ്ങനെ ഒരു 3 മാസമായപ്പോൾ എൻ്റെ ഒരു 400 കിലോ അലുമിനിയം പഴയ സാധനം സ്റ്റോക്കായി. ഒരു റൂമൊക്കെ എടുത്ത് ഈ പഴയതൊക്കെ അവിടെ ഇങ്ങനെ കൂട്ടും. അങ്ങനെ ബിസിനസ്സിനെ അടിച്ച് കയറി വരികയാണ്. അങ്ങനെ ഞാൻ ഇവിടെ കുരുമുളകിൻ്റെ സീസൺ ഈ പിന്നെ ഇരിക്കൂർ, ശ്രീകണ്ഠപുരം, പയ്യാവൂര്, കുടിയാമല ഇവിടെ അണ്ടിൻ്റെ സീസൺ കഴിഞ്ഞാൽ അതിൽ കുരുമുളകിൻ്റെ സീസൺ കഴിഞ്ഞാൽ പിന്നെ ബിസിനസ് നടക്കില്ല. ഞാൻ ഉടനെ കാഞ്ഞങ്ങാട്ടേക്ക് പോയി. കാഞ്ഞങ്ങാട് നിന്ന് കിഴക്ക് ഭാഗം മലയോര പ്രദേശ്, പാണത്തൂര് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, ബന്തെടുക്ക, കുറ്റിക്കോല് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പിന്നെ സ്വന്തം ആളെ ഒഴിവാക്കിയിട്ട് സ്വന്തം ഏറ്റി നടക്കില്ല. അപ്പം ഇങ്ങനെ വർഷം കടന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെ എന്നും ഭക്ഷണം കാഞ്ഞങ്ങാട് റൂമിൽ നിന്ന് കഴിച്ചിട്ട് ബോംബെ ഡൈനിങ്ങിൻ്റെ ഷോറൂമിൻ്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ നിൽക്കും. അന്ന് ഭയങ്കര വിലയാണ്. ഒരാൾ പണിക്ക് പോയാൽ 5 രൂപയെ കിട്ടുള്ളൂ. അന്ന് ബോംബെ ഡൈനിങ്ങിൻ്റെ പോളിഷ് തുണിക്ക് 100 ചില്ലറ റുപ്യ വില ഉണ്ട്. അപ്പം എനിക്കിങ്ങനെ തോന്നുന്നത് ഒരു പോളിഷ് തുണി നമുക്ക് വാങ്ങണം. എൻ്റെ വലിയൊരാഗ്രഹം. ചില വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഒരു പാത്രം അങ്ങോട്ട് കൊടുക്കുമ്പോൾ അണ്ടി വാരിയിട്ട് ഇങ്ങോട്ട് തരും. ഈ അവരതല്ലാതെ ഈ ചെറുവര് എന്ന് പറയും, ഈ കാസർഗോഡ് അവിടെ ഈ ആദിവാസികളുണ്ട്. അവർ കണ്ടോൻ്റെ തോട്ടത്തിൽ മുഴുവൻ പോയിട്ട് അണ്ടി പൊറുക്കിയിട്ട് കൊണ്ടുവരും. അപ്പം ഒരു പാത്രമാണ് കൊടുത്താൽ മുതലാളി, അപ്പോൾ ഓല പൂതി ഞാൻ വലിയ മുതലാളിയാണെന്ന്, ഈ പാത്ര കച്ചവടക്കാരോ അതുപോലെ പറയും, മുതലാളി വന്നേക്കണം, ഈ അണ്ടിക്ക് ഈ പാത്രം തന്നാൽ മതി എന്ന് പറയും. അപ്പം തന്നെ ആ അണ്ടി നമ്മൾ അടുത്ത കടയിൽ കൊണ്ടുപോയിങ്ങാണ്ട് വിറ്റ് പൈസ. അങ്ങനെ ആയി ബോംബെ ഡൈനിങ്ങിൻ്റെ തുണി എടുത്തു ആദ്യമായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ഷർട്ട് വേണം. അങ്ങനെ ബോംബെ ഡൈനിങ്ങിൻ്റെ ഷർട്ട് എടുത്തു. പിന്നെ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഷർട്ടും തുണിയൊക്കെ ഇനിയിപ്പോൾ ഒരു സൈക്കോ 5 വന്ന് ഗൾഫ് ഇങ്ങനെ വരുന്നേ ഉള്ളൂ. 500 റുപ്യാണ് സൈക്കോ 5ൻ്റെ വാച്ചിന്. കാസർഗോഡേ കിട്ടുള്ളൂ, ഇവിടെ ഒന്നും കിട്ടൂല. അങ്ങനെ സൈക്കോ 5ൻ്റെ വാച്ചും വാങ്ങി. അപ്പോൾ വയസ്സ് 13 ആയി. അപ്പോൾ തന്നെ ബിസിനസ് ഇങ്ങനെ കയറി ഇങ്ങനെ വരികയാണ്, ഭയങ്കര ഉഷാറായി. അപ്പം പിന്നെ കണ്ടു കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഈ പാവപ്പെട്ട കുടുംബത്തിൽ വന്നല്ല സൈക്കോ 5 വാച്ച്. ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ എന്താ തുണി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു തീപ്പെട്ടി കയ്യിൽ വെക്കും, എന്നിട്ട് അതിന് നൂലെടുത്തിട്ട് കാട്ടി കൊടുക്കും, അതിങ്ങനെ ഉരുകും. അപ്പോൾ ഞാൻ പറയും ഇതാണ് ഏറ്റവും നല്ല തുണി, ഇത് പോളിസ്റ്റർ തുണിയാന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ആയി 18 വയസ്സായപ്പോൾ എൻ്റെ വാപ്പ പറഞ്ഞു, മോനെ 1 ഏക്കർ 80 സെൻറ്റ് സ്ഥലമുണ്ട്, നമ്മളിത് വിൽക്കുക. അപ്പം എൻ്റെ സഹോദരിനെ കെട്ടിക്കാനുമായി, നമുക്ക് അവളെ കെട്ടിക്കാം, പിന്നെ ഇപ്പം എൻ്റെ കുട്ടിക്ക് ഗൾഫിക്കും പോകാം. അങ്ങനെ 15,000 ഉറുപ്പ്യക്ക് 1 ഏക്കർ 80 സെൻറ്റ് സ്ഥലം വിറ്റ് കോഴിക്കോട് ആ വെറ്റില വിൽക്കുന്ന ആ പാത്രങ്ങൾ കോപ്പറൊക്കെ വിൽക്കുന്ന ആ ഏരിയയിൽ ബീരാൻകുട്ടി പറഞ്ഞ ഒരാൾക്ക് വിസക്ക് 8,000 ഉറുപ്പ്യ കൊടുത്തു. 7,000 ഉറുപ്പ്യ എൻ്റെ പെങ്ങളിൽ എത്തിച്ചു കൊണ്ടോട്ടിയിലേക്ക്. വാടക വീട്ടിലേക്ക് മാറി, കാരണം താമസിക്കുന്ന വീട് കൊടുത്തു, പൈസ തന്നു, മാറി. അവിടുന്ന് ഞാൻ ബോംബെക്ക് പോവാണ്. ഇവിടുന്ന് കോഴിക്കോട്ട് നിന്ന് ട്രെയിന് മംഗലാപുരത്തേക്ക് കയറി, മംഗലാപുരത്തു നിന്ന് ബസ്സിന് പോയി. അങ്ങനെ 40 ദിവസം ബോംബെയിൽ നിന്നു. എമിഗ്രേഷൻ അന്ന് ഭയങ്കര പ്രശ്നമാണ്, ഈ ചവിട്ടിക്കയറ്റം. അങ്ങനെ എയർപോർട്ട് കൊണ്ടുപോയി നമ്മളിങ്ങനെ കയറാനൊക്കെ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ കാണാം ഇന്ന് പറ്റൂല കേട്ടോ, തിരിച്ച് റൂമിലേക്ക് പോകും. അതിൻ്റെ ഇടയിൽ നമ്മളവിടുന്ന് ഹിന്ദി പഠിച്ചു കിതറേന്ന്. അങ്ങനെ സൗദി അറേബ്യയിൽ 1978 ഓഗസ്റ്റ് 6-ാം തീയതി രാവിലെ 6 മണിക്ക് ദഹ്റാൻ എയർപോർട്ടിൽ ഇറങ്ങി. അപ്പോൾ നോമ്പാണ്. അപ്പോൾ ഒപ്പമുള്ളവർ പറഞ്ഞു, നമ്മളൊക്കെ എല്ലാവർക്കാട്ടും ഭയങ്കര വിവരമാണ് മലയാളികൾക്ക്. ഇവിടെയൊക്കെ ക്യാമറ ഉണ്ടാവും, ബാത്റൂമിൽ ക്യാമറ ഉണ്ടാവും, വെള്ളമൊന്നും ആരും കുടിക്കരുത് എന്ന് ആയുധനെ പറഞ്ഞിരുന്നു. ദാഹിച്ചിട്ട് നാവൊന്നും കാണുന്നില്ല. ഞാൻ ചെയ്തു, നേരെ ബാത്റൂമിൽ പോയിട്ട് ആരും കാണാതെ കുറച്ച് വെള്ളം കുടിച്ചു. കാരണം നമ്മളാൾക്ക് അഭിപ്രായം ഭയങ്കരമാണല്ലോ. അങ്ങനെ 8 മണി 8:30 ആയപ്പോൾ തന്നെ ക്യാമ്പിലെത്തിയ പാട് 10 മണിക്ക് മുതലാളി വരുന്നതാണ്.
ഒരു കോണ്ടാക്ടിങ് കമ്പനിയാണ് ബുമറാൻ. ആ പേരിൽ എന്നെ ഗൾഫിൽ മൊത്തം അറിയുള്ളൂ, ബുമറ കുട്ടിക്കാന്ന് പറയും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് എൻ്റെ പാസ്പോർട്ട് വാങ്ങിയിട്ട് എനിക്ക് 100 റിയാൽ തന്നു. എൻ്റെ സുഹൃത്തുണ്ട് തൊട്ട 4 വീടിൻ്റെ അപ്പുറം, സെയ്തലവി എന്നറിയും, ഓനും 100 റിയാൽ. അപ്പോൾ എല്ലാ സ്ഥലത്തും പോയപ്പോൾ ഇങ്ങനെ ടേബിളുമ്മേൽ കത്ത് എഴുതി വെച്ചേക്കണം. ഇങ്ങനെ ആൾക്കാർ ടേബിളല്ല, വീട്ടിൻ്റെ ബെഡുമ്മേലും അവിടെ ഇവിടെ. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ പോസ്റ്റ് ചെയ്യാത്ത ചോദിച്ചു. സ്റ്റാമ്പ് ഇല്ല. അപ്പോൾ ഒരു ഐഡിയ വന്നു, സ്റ്റാമ്പ് കൊടുന്ന് വിറ്റാൽ പൈസ ഉണ്ടാക്കാം. അപ്പോൾ ഈ പോസ്റ്റ് ഓഫീസ് എവിടെ കിട്ടണമല്ലോ. അപ്പോൾ ഒരു വില്ലേജിൻ്റെ ഉള്ളിലാണ്, വലിയ ബിൽഡിംഗ് ആണ്. ഞാൻ എന്ത് ചെയ്തു, ആ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറി. അപ്പോൾ വയസ്സ് 18 കേട്ടോ. കയറിയിട്ട് മെയിൻ റോഡ് കണ്ടു. അവിടെ കയറി നിന്ന് നോക്കുമ്പോൾ മെയിൻ റോഡ് കണ്ടു. നേരെ ഇറങ്ങി വന്ന് 200 റിയാൽ കയ്യിൽ വെച്ചിട്ട് ആ മെയിൻ റോഡിലേക്ക് നടന്ന് നോക്കുമ്പോൾ സൈക്കോ ബിൽഡിംഗ് ആണ്, ഒരൊറ്റ ബിൽഡിംഗ് ആണല്ലോ. അന്ന് ദമാമിൽ വേറെ ബിൽഡിംഗ് ഒന്നുമില്ല. ആ ബിൽഡിംഗ് കണ്ടു. അപ്പോൾ മനസ്സിലായി ഇവിടെയാണ് വലിയ ബിൽഡിങ്. നടന്നു പോയി. അപ്പോൾ ബോംബെയിൽ നിന്ന് കിട്ടിയ കിതറേന്നുണ്ടല്ലോ, ഒരു പാകിസ്ഥാനെ കണ്ടു. പാകിസ്ഥാനോട് ചോദിച്ചു, പോസ്റ്റ് ഓഫീസ് പിന്നെ ഇവിടെ എല്ലാവരും അറിയാം, ചെറുപ്പം പോലെ പോസ്റ്റ് ഓഫീസ് പറഞ്ഞാൽ പാകിസ്ഥാൻ ചോദിച്ചു, പോസ്റ്റ് ഓഫീസ് കിതറയെന്ന് ചോദിച്ചു. ബോംബെയിൽ നിന്ന് കിട്ടിയ കിതറയെന്ന് പഠിച്ചു. വേഗം ഓർമ്മ വന്ന് അത് ചോദിച്ചു. ഓൻ പറഞ്ഞു. പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് 200 റിയാൽ കൊടുത്തിട്ട് പറഞ്ഞു, സ്റ്റാമ്പ് ഇന്ത്യ, സ്റ്റാമ്പ് ഇന്ത്യ. അറബിയാണ് കൗണ്ടറിൽ ഇരിക്കുന്നത്. അയാൾ 300 സ്റ്റാമ്പ് തന്നു, 5 റിയാൽ തിരിച്ചും തന്നു. ആ സ്റ്റാമ്പ് ഇങ്ങനെയാണ് മടക്കി ഇങ്ങനെ പിടിച്ചിട്ട് ലാഭം അപ്പം തന്നെ കണക്കൂട്ടി. സ്റ്റാമ്പ് 10 പൈസ വീതം വിറ്റാൽ 30 റിയാൽ അൽഹംദുലില്ലാഹ് എന്ന് വന്നെന്താണ് 30 റിയാൽ ഉണ്ടാക്കി. ആ ഒരു ധൈര്യത്തിൽ നോമ്പാണ്, നോമ്പൊന്നും നോയിട്ടിട്ടില്ല, തന്നല്ലേ. അതിൽ 18 വയസ്സാണെങ്കിൽ ഇങ്ങനെ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളും വണ്ടി വിടണ മാതിരി ഒറ്റ ഓട്ടാണ്, ലാഭം കണക്കൂട്ടിയിട്ട്. 2 കിലോമീറ്റർ ഉണ്ട്. അവിടെ ചെന്നപ്പോൾ സ്റ്റാമ്പ് പറഞ്ഞു. ആൾക്കാർ കിട്ടും വന്നിട്ട് ഓടിയിട്ട് വന്ന് നോക്കുമ്പോൾ ആകെ 300 സ്റ്റാമ്പല്ലേ, 3000 സ്റ്റാമ്പിന് ഓർഡർ ഉണ്ട്. ഇതാണ് കൊടുത്തുങ്ങാണ്ട് ആ പൈസ വാങ്ങി. അപ്പോൾ പിന്നെ സ്റ്റാമ്പ് എല്ലാവരും പറഞ്ഞപ്പോൾ എല്ലാവരെയൊക്കെ ഒന്നും അഡ്വാൻസ് വാങ്ങി. അഡ്വാൻസ് വാങ്ങിയിട്ട് 2000 സ്റ്റാമ്പിൻ്റെ അഡ്വാൻസ് വാങ്ങി. അങ്ങനെ രണ്ടാമതും ഓടി. അപ്പോൾ ലാഭം കണക്കൂട്ടാണ്. 2000 സ്റ്റാമ്പിന് 200. അങ്ങനെ 2000 സ്റ്റാമ്പ് കൊടുന്ന് അന്ന് 2300 സ്റ്റാമ്പ് വിറ്റ് 230 റിയാൽ ലാൻഡ് ചെയ്ത അന്ന് കിട്ടി. അൽഹംദുലില്ലാഹ് ഫസ്റ്റ് ഡേ. പിന്നെ ആ കമ്പനി 600 റിയാലാണ് ശമ്പളം. രാവിലെ 7 to 2 വരെ.